എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മേവറം പാലത്തറ അയത്തിൽ വരെയുള്ള നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. കല്ലുവാതുക്കൽ ടോൾ പ്ലാസ മുതൽ മേവറം വരെയുള്ള വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് ഐക്കാർഡിലും എൻ്റെ സ്ക്രീനിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് മേവറത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിൽ നിന്നാണ്. അണ്ടർപാസിൻ്റെ ഒരു സൈഡിലെ ആറിവാൾ ബ്ലോക്കിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മെറ്റൽ നിരത്തി ബിറ്റുമിൻ ലിക്വിഡ് ലെയർ ചെയ്തിരിക്കുന്നതായി കാണാം. ഇവിടെ ഉടൻ തന്നെ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിക്കും. ഇവിടെ നിന്നും മുന്നോട്ട് പോയി മെയിൻ റോഡിലെ വർക്കുകൾ കാണാം. ഇവിടെ സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ. മെയിൻ റോഡിനെ അപേക്ഷിച്ച് സർവീസ് റോഡ് അല്പം ഉയരത്തിലാണ് ഇവിടെ കടന്നു പോകുന്നത്. ഇവിടെ നിന്നും അകത്തേക്ക് കയറി മേവറം അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ വർക്കുകൾ കാണാം. ഇവിടെ കുറച്ചു ദൂരം വരെ മെയിൻ റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിംഗ് നടന്നിട്ടുണ്ട്. ഇനി ക്രാഷ് ബാരിയറുകളുടെ നിർമ്മാണമാണ് പെൻഡിംഗ് ആയിട്ടുള്ളത്. ആറിവാൾ ബ്ലോക്കുകൾ സ്ഥാപിച്ച് കഴിഞ്ഞ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ നിന്നും തിരിച്ച് പാലത്തറ ഭാഗത്തേക്ക് പോകാം. ഇപ്പോൾ കാണുന്നത് പാലത്തറ സ്ഥാപിക്കുന്ന അണ്ടർപാസിലേക്കുള്ള കാഴ്ചയാണ്. ഇവിടെ കുറച്ച് ഭാഗത്ത് ആറിവാളിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലായി ഫ്രിക്ഷൻ സ്ലാബുകളും സ്ഥാപിച്ചതായി കാണാം. റോഡിൻ്റെ ഇടത് സൈഡിൽ മാത്രമാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. വലത് സൈഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു വരുന്നത്. ഇവിടെ നിന്നും നേരെ സർവീസ് റോഡ് വഴി പാലത്തറ ഭാഗത്തേക്ക് പോകാം. ഇവിടെയും സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ. സർവീസ് റോഡിന് ശേഷം ഡ്രെയിനേജ് കഴിഞ്ഞ് കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഫുട്പാത്തിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. ഇൻ്റർലോക്കുകൾ ഇടവിട്ടുള്ള ഭാഗങ്ങളിൽ പാകിയിട്ടുണ്ട്.
ബൈപ്പാസിൽ പല സ്ഥലങ്ങളിലും സർവീസ് റോഡുകൾക്ക് വീതി കുറവായി കാണാം. ഇപ്പോൾ കാണുന്നത് പാലത്തറ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ കാഴ്ചകളാണ്. ഇവിടെ നിന്നും റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ NS ഹോസ്പിറ്റലിലേക്കും ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കൂനമ്പായിക്കുളം ഭാഗത്തേക്കുമാണ് പോകാൻ കഴിയുന്നത്. ഇവിടെയും അണ്ടർപാസിൻ്റെ അടിഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ വടക്ക് ഭാഗത്ത് അറിവാൾ വർക്കിന് വേണ്ടി മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ നിന്നും സർവീസ് റോഡ് വഴി മുന്നോട്ട് പോയി കാഴ്ചകൾ കാണാം. കല്ലുവാതുക്കൽ കഴിഞ്ഞ് കാരങ്കോട് ഭാഗത്ത് കുറച്ച് ഭാഗം സർവീസ് റോഡിൽ വിട്ടിരിക്കുന്നതായി കണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും കുറച്ച് ഭാഗം അധികമായി വിട്ടിരിക്കുന്നതായി കാണാം. ഈ വിട്ടിരിക്കുന്ന ഭാഗം കൂടി ടാർ ചെയ്ത് ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഇവിടെ വാഹനങ്ങൾക്ക് സുഗമമായി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുമായിരുന്നു. ഇവിടെ നിന്ന് മുന്നോട്ട് പോയി നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും റോഡിൽ വീതി ഉള്ളതായി കാണുന്നില്ല. ഇവിടെയും മെയിൻ റോഡിൻ്റെ വർക്ക് കുറച്ച് നടന്നിട്ടുണ്ട്. അകത്തേക്ക് പോയി അതിൻ്റെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ പാലത്തറ ഭാഗത്തേക്കാണ് പോകുന്നത്. അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെയും മെയിൻ റോഡിൻ്റെ ടാറിങ് വർക്കുകൾ കുറച്ചു ദൂരം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് സൈഡിലെയും ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം നടന്നിട്ടില്ല. അതുപോലെ തന്നെ മീഡിയനിൽ വരുന്ന ക്രാഷ് ബാരിയറിൻ്റെയും. ഇവിടെ നിന്നും നേരെ കാണുന്നത് പാലത്തറ അണ്ടർപാസ് ആണ്. ഇനി ഇത്രയും ദൂരം മണ്ണിട്ട് നികത്തി റോഡ് നിർമ്മാണം നടക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നും തിരിച്ച് അയത്തിൽ ഭാഗത്തേക്ക് പോകാം.
അയത്തിൽ എത്തുന്നതിന് മുന്നേ 2 ചെറിയ പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള പാലത്തിൻ്റെ നിർമ്മാണമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. സർവീസ് റോഡ് നിർമ്മിച്ച് വാഹനങ്ങൾ അതുവഴി ഗതാഗതം തിരിച്ചു വിട്ടതിന് ശേഷം മെയിൻ റോഡിലുള്ള വർക്ക് നടക്കും. ഒരു ചെറിയ തോട് ഇതുവഴി കടന്നുപോയി തിരിഞ്ഞ് വീണ്ടും മെയിൻ റോഡിലൂടെ ഷേപ്പിലാണ് കടന്നു പോകുന്നത്. രണ്ടാമത്തെ പാലത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെയും സർവീസ് റോഡ് വരുന്ന സ്ഥലങ്ങളിലെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. രണ്ടാമത്തെ പാലം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഈ സർവീസ് റോഡ് അയത്തിൽ ജംഗ്ഷൻ വരെയാണ് നിർമ്മാണം നടക്കുന്നത്. സർവീസ് റോഡിലൂടെ യാത്ര ചെയ്ത് നോക്കാം. ഇവിടെ വളരെ മുന്നേ തന്നെ കാസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഗർഡറുകൾ കാണാം. ഈ ഗർഡറുകൾ അയത്തിൽ ജംഗ്ഷനിൽ ഉപയോഗിക്കാനുള്ളതാണ്. ഇപ്പോൾ അയത്തിൻ ജംഗ്ഷൻ ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. അയത്തിൽ ജംഗ്ഷനിൽ 2 ഓപ്പണിങ്ങുകളുള്ള അണ്ടർപാസാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡിലെ ഭാഗത്തെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. ബാക്കിയുള്ള ഭാഗത്തെ പൈലിൻ്റെയും പൈൽ ക്യാപ്പിൻ്റെയും വർക്കുകൾ പുരോഗമിക്കുകയാണ്. അണ്ടർപാസ് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു തോട് കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തോടിന് ശേഷവും ഒരു പൈലിൻ്റെ വർക്ക് നടക്കുന്നതായി കാണാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മറുവശത്തുള്ള പൈലിംഗ് വർക്കാണ്. ഇവിടെ കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണമാണ് നടക്കുന്നത്. തോടിന് കുറുകെയുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്തെ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ സർവീസ് റോഡ് വഴി പാലത്തറ ഭാഗത്തേക്ക് പോകാം.
ഇവിടെയും സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് നേരത്തെ കണ്ട 2 ചെറിയ പാലങ്ങളുടെ മറു സൈഡിലെ കാഴ്ചയാണ്. ഇവിടെയും കുറച്ചു ദൂരം സർവീസ് റോഡിന് വേണ്ടിയുള്ള മെറ്റൽ നിരത്തുന്ന വർക്കാണ് നടക്കുന്നത്. പാലത്തറ എത്തുമ്പോൾ വീണ്ടും വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് കടന്നു പോകുന്നത്. പാലത്തറ ഭാഗത്തെ ആറിവാൾ വർക്കിന് ആവശ്യമായിട്ടുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ തറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇത് പാലത്തറ അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലെ കാഴ്ചയാണ്. ഇവിടെയും സർവീസ് റോഡിന് വീതി വളരെ കുറവാണ്. ആറിവാൾ വർക്കുകൾ നടന്നതായി കാണാം. ഇവിടെ മുതൽ സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർണ്ണമായും മുന്നോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ മേവറം വരെ പോയി ഈ വീഡിയോ അവസാനിപ്പിക്കാം. അയത്തിൽ ജംഗ്ഷൻ മുതൽ കല്ലുംതാഴം വരെയുള്ള വീഡിയോയുമായി ഉടൻ തന്നെ എത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.